നമസ്കാരം. വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് FD അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും 100% സേഫ് ആൻഡ് സെക്യൂർഡ് ആണ് എന്ന് വിചാരിക്കുന്ന ഒന്ന്. പക്ഷെ ഇനി അങ്ങോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് കാരണം നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വന്നേക്കാം. മാത്രമല്ല എവിടെ നിന്നാണ് ഈ പണം വന്നത് എന്ന് നിങ്ങൾ ബോധിപ്പിക്കേണ്ടി വന്നേക്കാം. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസുകളിൽ നിങ്ങൾ 84% ടാക്സും പെനാൽറ്റിയും കൊടുക്കേണ്ടി വന്നേക്കാം. ഇത് കേൾക്കുമ്പോൾ ഷോക്കിംഗ് ആയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പല ആളുകളും ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FDയുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ 2026 ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഞാൻ മേലെ പറഞ്ഞ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ലാതെ എങ്ങനെയാണ് FD ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത്, അത് മാത്രമല്ല ടാക്സ് ഡിഡക്ഷൻ എങ്ങനെയാണ് നിയമപരമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നത്, അതുകൂടാതെ സ്മാർട്ട് ആയിട്ടുള്ള FD സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ പിടികിട്ടുകയുള്ളൂ. മോസല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും അതുപോലെ തന്നെ ടാക്സ് പരമായിട്ടുള്ള ഏത് തീരുമാനം എടുക്കുന്ന സമയത്തും നിങ്ങൾ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഉപദേശമോ സഹായമോ തേടുക. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. നമുക്ക് വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ട്രബിളും ഇല്ലാതെ എത്ര എമൗണ്ട് വരെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കാൻ സാധ്യമായിട്ടുള്ളത്? ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാകും, ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കാൻ സാധ്യമായിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കുക, വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പുതുതായി ഓപ്പൺ ചെയ്യുന്ന FDകൾക്ക് മാത്രമുള്ള ഒന്നാണ്. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് പഴയ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു FD അക്കൗണ്ടിന് ഈ 10 ലക്ഷം രൂപ ലിമിറ്റ് ബാധകമല്ല. അതുകൂടാതെ ഇത് ഓരോ ബാങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ ഏത് ബാങ്കിലാണോ FD ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പുതുതായിട്ട് FD ഓപ്പൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ബാങ്കിൽ കൃത്യമായിട്ട് അന്വേഷിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 9 ലക്ഷം രൂപ A എന്ന ബാങ്കിലും നിങ്ങൾ 9 ലക്ഷം രൂപ B എന്ന ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ രണ്ട് ബാങ്കുകളും നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ കാര്യം അറിയാൻ പോകുന്നത്, അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്? ഈ ബാങ്കിന് SFT എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ SFT റിപ്പോർട്ട് ബാങ്ക് എല്ലാ പ്രാവശ്യവും സബ്മിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ SFT സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആസ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾ എന്ന നിലയിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് നിങ്ങളുടെ ASO TASO കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്കും നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ പണത്തിന്റെ സോഴ്സ് എവിടെയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു പണം ലഭിച്ചത് എന്ന കാര്യം. ഇതിന്റെ പ്രധാനപ്പെട്ട റിസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ FD എമൗണ്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള FD എമൗണ്ടിന്റെ സോഴ്സ് ഓഫ് ഇൻകം, നിങ്ങൾക്ക് ലഭിച്ച പണത്തിന്റെ സോഴ്സ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് കണക്കാക്കുന്നു, അതായത് കണക്കിൽപ്പെടാത്ത വരുമാനം. ഇങ്ങനെ കണക്കിൽപ്പെടാത്ത പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണ്? 84% ടാക്സ് പ്ലസ് പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. സോ ഒരു കാര്യം ഇവിടെ വളരെ ക്ലിയർ ആണ്, ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് മാത്രം കൊണ്ട് ആയില്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം വളരെ ട്രാൻസ്പെറന്റും ക്ലിയറും ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് TDSനെ കുറിച്ച് സംസാരിക്കാം. സീനിയർ സിറ്റിസൺസിന് 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണ് FDയിൽ നിന്ന് ലഭിക്കുന്ന പലിശ ആണെങ്കിൽ മാത്രമേ ടാക്സ് ഡിഡക്ഷൻ വരികയുള്ളൂ. ഇനി അതല്ല നോർമൽ ആളുകൾക്ക് ഈ ലിമിറ്റ് 50,000 രൂപയാണ്. 50,000 രൂപയോ അതിന് മുകളിലോ ആണ് FDയിൽ നിന്ന് വരുന്ന പലിശ എമൗണ്ട് ആണെങ്കിൽ നോർമൽ സിറ്റിസൺസിന് ടാക്സ് ഡിഡക്ഷൻ ഉണ്ടാകും. അതായത് സീനിയർ സിറ്റിസൺസിന് 1 ലക്ഷം രൂപയും നോർമൽ ആളുകൾക്ക് 50,000 രൂപയും ഇതിൽ മുകളിൽ ആണ് FDയിൽ നിന്നുള്ള പലിശ നിരക്ക് ലഭിക്കുന്നതെങ്കിൽ 10% ടാക്സ് ആണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ടാക്സ് നിയമപരമായിട്ട് ഒഴിവാക്കുന്നത്? നോൺ സീനിയർ സിറ്റിസൺസിന്, അതായത് സീനിയർ സിറ്റിസൺസ് അല്ലാത്ത ആളുകൾക്ക് ഫോം 15G സബ്മിറ്റ് ചെയ്യണം. ഇനിയല്ല സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് ഫോം 15H ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊത്ത വരുമാനം ടാക്സ് ലിമിറ്റിന് കുറവായിരിക്കണം. മാത്രമല്ല സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോമുകൾ, അതായത് 15Gയോ 15Hോ റോങ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫാൾസ് ഡിക്ലറേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് പെനാൽറ്റിയും ശിക്ഷയും ഉണ്ടാകാം. സോ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് അതിന്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള FD 10 ലക്ഷം രൂപ
രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഒരു സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങളുടെ FD എമൗണ്ട് എത്രയാണോ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ബാങ്കുകളിലേക്കായിട്ട് നിക്ഷേപിക്കുക. ഉദാഹരണത്തിന് 17 ലക്ഷം രൂപയാണ് നിങ്ങൾ FD നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു സിംഗിൾ ബാങ്കിലേക്ക് ഒറ്റയടിക്ക് നിക്ഷേപിക്കാതെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 9 ലക്ഷം A എന്ന ബാങ്കിലും 8 ലക്ഷം B എന്ന ബാങ്കിലുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിക്ഷേപിച്ചാൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാം. സോ ഈ 2 ബാങ്കിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് TDS ലിമിറ്റിന് താഴെയായിരിക്കും വരുന്നത്. സോ ഇതിന്റെ റിസൾട്ട് എന്താണ്? ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകില്ല, ടാക്സ് ഇനത്തിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടില്ല, അതുപോലെ തന്നെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കൂടുതൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റും ഇവിടെ നടക്കുന്നു. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു ബെനിഫിറ്റ് പല ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന എമൗണ്ടിൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുർഡ് ആണ്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന ബാങ്കിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ, അതായത് ബാങ്ക് പാപ്പരാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ, നിങ്ങൾ ബാങ്ക് കൊള്ളയടിക്കപ്പെടുകയോ അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം സുരക്ഷിതമാണ്. അതായത് ആദ്യത്തെ 5 ലക്ഷം രൂപ ഇൻഷുർഡ് ആണ്. സോ നിങ്ങൾ മൾട്ടിപ്പിൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ 2 ബാങ്കിലും പകരം നിങ്ങൾ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. 5 ലക്ഷം രൂപ A, 5 ലക്ഷം രൂപ B, 5 ലക്ഷം രൂപ C, ഇങ്ങനെ 3 ബാങ്കുകളിൽ 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് ഈ 5 ലക്ഷവും സെക്യൂർഡ് ആണ്, ഇൻഷുർഡ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു കവറേജ് നിങ്ങൾക്ക് ഒരു സിംഗിൾ ബാങ്കിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. കാരണം ആദ്യത്തെ 5 ലക്ഷം രൂപ മാത്രമാണ് ഇൻഷുർഡ് ആയിട്ടുള്ളത്, ബാക്കി 10 ലക്ഷം രൂപയ്ക്ക് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസോ സെക്യൂരിറ്റിയോ ഇല്ല എന്നുള്ളതാണ്. സോ ഫിക്സഡ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബത്തിന്റെ ലൈഫ് സുരക്ഷിതമാക്കേണ്ടത്, സാമ്പത്തികമായിട്ട് സുരക്ഷിതമാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ സുരക്ഷിതമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണ്? അത് ഇൻഷുറൻസ് എടുക്കുക എന്ന് തന്നെയാണ്, അല്ലെ? ആക്സിസ് മാക്സിൽ പ്രതിമാസം വെറും 595 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ലഭ്യമാണ്. 1 കോടി രൂപയുടെ കവറേജും ഇതിൽ ലഭ്യമാണ്. മാത്രമല്ല 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിലുണ്ട്. കൂടാതെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഉറപ്പ് നൽകുന്നു. മാത്രമല്ല ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിന് 15% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങി നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാക്കാം. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകാം. മറ്റൊരു പവർഫുൾ സ്ട്രാറ്റജിയാണ് FD ലാഡറിംഗ്. അതായത് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് ആദ്യത്തെ 1 വർഷം 5 ലക്ഷം രൂപ, രണ്ടാമത്തെ വർഷം 5 ലക്ഷം രൂപ, മൂന്നാമത്തെ വർഷം 5 ലക്ഷം രൂപ, ഇങ്ങനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് FD ലാഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് കൂടുതൽ ലിക്വിഡിറ്റി ലഭിക്കുന്നു, ഒരു സിംഗിൾ റേറ്റിൽ നിങ്ങളുടെ പണം നിങ്ങൾ ലോക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ റിസ്ക് കുറവാണ്, മാത്രമല്ല കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും ഇവിടെ ലഭ്യമാണ്. സോ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം FDകളാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് 1 വർഷത്തേക്കൊക്കെയുള്ള FD ആണ് ഇപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇതിന്റെ ലോക്കിൻ തന്നെയാണ്. അതായത് FD എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ വലിയ ഒരു ടേം ഓഫ്, വലിയൊരു കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും കരുതുന്നത്. പക്ഷേ ചെറിയ കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് 1-2 വർഷത്തേക്കുള്ള FDകളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് കൂടുതൽ സമയത്തേക്ക് നിങ്ങളുടെ പണം ലോക്കായി കിടക്കുന്നില്ല. എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്തോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തോ പെട്ടെന്ന് പണം ലഭിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്. മാത്രമല്ല പലിശ നിരക്ക് മാറി മാറി വരികയാണ്. ഈ 2 കാര്യങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ്. സോ നിങ്ങൾ ഓൾവേസ് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ പ്രൂഫ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് പ്രൂഫ് കൃത്യമായിട്ട് കാണിക്കാൻ ഉണ്ടാവണം. മാത്രമല്ല ഇൻകം ടാക്സ് റിട്ടേൺസ് കൃത്യമായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യണം. ടാക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. എല്ലാ ടാക്സ് നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. മാത്രമല്ല നിങ്ങളുടെ FD, നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് വളരെ സ്മാർട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ പുതുതായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് ബാധകമാണ്. കൃത്യമായിട്ട് ഇത് പാലിക്കേണ്ടത് വളരെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പഴയ FD റിന്യൂവലുകൾക്ക് ഇത് ബാധകമല്ല. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.